eyes on fire. Let's get higher. It's me Arun. എല്ലാവർക്കും മുന്തുണ്ട് പുതിയൊരു വ്ളോഗിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് കാളകെട്ടി എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്താണ്. ശബരിമലയ്ക്ക് പോകുന്ന അയ്യപ്പന്മാർ കാനനപാത വഴി നടന്നു വന്ന് കയറുന്ന അമ്പലമാണിത്. ഇവിടെ ഐതിഹ്യങ്ങൾ ഒരുപാട് ഒളിഞ്ഞു കിടക്കുന്നതാണ്. ഇവിടെ ഭഗവാൻ അയ്യപ്പൻ മഹർഷി മർദ്ദനത്തിന് വന്നപ്പോൾ പാർവതി ദേവിക്ക് മഹർഷി മർദ്ദനം കാണണമെന്നും ഭഗവാൻ ശിവൻ പാർവതി ദേവിയും ആയിട്ട് കാട്ടാള വേഷത്തിൽ വന്നൊരു സ്ഥലമാണിത്. അങ്ങനെയാണ് ഐതിഹ്യം പറയുന്നത്. ഇവിടെ ആ സൈഡിലാണ് ഭഗവാൻ അന്ന് കാളയുടെ പുറത്താണ് വന്നത്. അപ്പോൾ കാളനെ കെട്ടിയത് ആ ഒരു സൈഡിലാണ്. പിന്നെ നമ്മൾ സത്യം പറഞ്ഞാൽ ഇന്ന് വരെ ഞാൻ വിചാരിച്ചത്, ഞങ്ങൾ എല്ലാ കൊല്ലം നടന്നു വരുന്നതാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് ഈ കാണുന്ന ആലാണ് ഭഗവാൻ കാളനെ കെട്ടിയതെന്നാണ്. എന്നാൽ ഇവിടെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലായത് ഈ ആലല്ല, അപ്പുറത്ത് വേറൊരു ആലുണ്ട്. ആ ആലാണ് ഭഗവാൻ കാളനെ കെട്ടിയതെന്നാണ് പറയപ്പെടുന്നത്. ആ ആല് കുറഞ്ഞു വീണു. പക്ഷെ അതിൻ്റെ സൈഡിൽ നിന്ന് പൊട്ടിക്കിളുത്ത വേറെ ആളാണ് ഇപ്പോൾ ഉള്ളത്. ആ ഏരിയ ഞാൻ കാണിച്ചു തരാം. ഇതാണ് കാളകെട്ടി അമ്പലം, ശിവപാർവതി അമ്പലമാണിത്. അപ്പോൾ സ്വാമിമാരെല്ലാം നടന്നു വരുന്ന ആ ഒരു കാനന പാതയാണിത്. കാടിൻ്റെ നടുക്ക് ഉള്ളൊരു അമ്പലമാണിത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നല്ല പീസായിട്ടൊരു സ്ഥലത്താണ് അമ്പലം സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് എന്തായാലും ആ കാഴ്ചയിലോട്ടൊക്കെ പോകാം. നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ റിപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മുടെ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ആ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്തേക്കുക. ഇവിടെയാണ് ഭഗവാൻ പാർവതി ദേവിയുമായിട്ട് മഹർഷി മർദ്ദനം കാണാൻ കാട്ടാള വേഷത്തിൽ എത്തി കാളനെ കെട്ടിയ ഒരു ആലാണ് ഇവിടെ ഉള്ളത്. ആ ആല് കാലഹരണപ്പെട്ടു. പക്ഷെ അതിൻ്റെ വേരിൽ നിന്ന് പൊട്ടിമുളച്ച ആലാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. നമ്മളെല്ലാവരും കരുതുന്നത്, നടന്നു വരുന്ന സ്വാമിമാരെല്ലാവരും കരുതുന്നത് അപ്പുറ സൈഡിലുള്ള ആലാണ് യഥാർത്ഥ ആലെന്നാണ്. പക്ഷെ അതല്ല, ഇവിടെ ഭഗവാൻ കാളനെ കെട്ടിയ ആ ഒരു പ്രദേശമെന്നാണ് പ്രശ്നത്തിൽ കണ്ടത്. അപ്പം ഇതാണ് യഥാർത്ഥ ആ ഒരു കാളനെ കെട്ടിയ ഒരു സ്ഥലം. ഇതാണ് ശിവപാർവതിമാരിരിക്കുന്ന പാലാലയമാണ്. ഇവിടെ അമ്പലം പണി നടന്നിരിക്കുവാണ്. വളരെ പീസ്ഫുള്ളായിട്ട് സ്ഥലമാണ്. ഇപ്പോൾ നമ്മൾ ഇവിടുത്തെ ശാന്തിയുടെ മേൽശാന്തിയുടെ അടുത്താണ്. അപ്പോൾ ശാന്തി കുറച്ച് കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് പറഞ്ഞു തരും. ഭഗവാന്റെ കാര്യങ്ങളും ഭഗവാൻ വന്നത് എന്തിനാണെന്നും അതിനെക്കുറിച്ച് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരും. ശാന്തിയുടെ നമുക്ക് ചോദിക്കാം, ഭഗവാൻ എന്തിനാണ് ഇവിടെ വന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന്. മഹർഷി മർദ്ദനം കാണാനായിട്ട് അയ്യപ്പൻ മഹർഷി മർദ്ദനം അഴൽ വെച്ചാണ് മഹർഷിയെ കൊന്ന് വലിച്ചെറിയുന്നത് കരുതാകുന്തലേക്ക്. അത് കാണാനായിട്ട് പാർവതിക്ക് കാണണമെന്ന് പറഞ്ഞു മഹാദേവനോട്. മഹാദേവൻ കാളപ്പുറത്ത് എരുമേലി നിന്ന് കാളപ്പുറത്ത് നടന്ന് ഇവിടെ വന്ന് കാളെ ഇവിടെ കെട്ടി അതിനെ കെട്ടിയതിന് ശേഷം അഴുതേ പോയി മഹർഷി മർദ്ദനം കണ്ടേച്ച് തിരിച്ചിവിടെ വന്ന് കയറിയിരുന്നു എന്നാണ് ഇതിന്റെ സങ്കല്പം. അപ്പൊ നമ്മുടെ കാള കെട്ടി ആഞ്ഞിലി എന്ന് പറയുന്നത് അവിടെ നിൽക്കുന്ന ഒരു അപ്പുറം നിൽക്കുന്നതാണ്. അപ്പൊ ഇവിടുത്തെ ആഞ്ഞിലി അല്ല, ഇതല്ല യഥാർത്ഥ ആഞ്ഞിലി എന്ന് പറഞ്ഞ അപ്പുറത്ത് അവിടെ അതാണ് ഇങ്ങനെ വേര് പൊടിച്ചുണ്ടായിക്കൊണ്ടിരിക്കുന്ന ആഞ്ഞിലി. അത് വർഷങ്ങൾ ആഞ്ഞിലി അവിടെ. ഇപ്പൊ ഇവിടെ നമ്മൾ ഇതിന്റെ തറയൊന്ന് കെട്ടി എന്നുള്ള കാരണം കൊണ്ട് മാത്രമേ ഇപ്പൊ അയ്യന്മാരെല്ലാം ഈ ആഞ്ഞിലി എന്നുള്ളത് യഥാർത്ഥ ആഞ്ഞിലി ഇതാണ്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരേ പീഠത്തില് ഇവനും പാർവതി ഇരിക്കുന്നത് ഇവിടെ മാത്രമേ ഉള്ളൂ ഇതായിട്ട് കേരളത്തിൽ. അതെ. പിന്നെ അപ്പോൾ വർഷങ്ങൾക്ക് മുൻപുള്ള ആചാരാനുഷ്ഠാനങ്ങളെല്ലാം ഇന്നും തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ ഇവിടുത്തെ ഐതിഹ്യങ്ങൾ. അപ്പോൾ മഹർഷി മർദ്ദനം നടന്നത് നമ്മളുടെ അഴുതൽ വെച്ച് മത്സ്യ വലിച്ചെറിഞ്ഞിട്ടാണ്. അതാണ് കല്യാണം ചെല്ലിയാടുമാണ്. അപ്പൊ അവിടെ നമ്മൾ കല്ലെടുത്ത് കൊണ്ടുപോയി കല്ലെടുത്ത് മഹിഷി എണീക്കാതിരിക്കാനാണ്. നമ്മൾ കന്നിക്കാർ വരുമ്പം മഹിഷി ഇവര് കന്നിക്കാരേതെങ്കിലും സമയത്ത് വരാതിരുന്നാൽ ഈ കല്ല് കൊണ്ട് വെക്കാതിരുന്ന ഈ മഹിഷി അത് ഇന്ന് വരെയും അതിനൊരു വിഘ്നം വന്നിട്ടില്ല. അതാണ് എന്റെ. അതെ. ശാന്തി പറഞ്ഞത് നമ്മളുടെ ഭഗവാനും ഭഗവതിയും ഒന്നിച്ചിരിക്കുന്ന ഒരേ ഒരു ഇരിപ്പിടമുള്ള ഒരു അമ്പലം ഇവിടെ മാത്രമേ ഉള്ളൂ കേരളത്തിൽ. അപ്പോൾ അത് വലിയൊരു ഭാഗ്യം തന്നെയാണ് നമുക്ക് ദർശിക്കാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ ഇവിടെ നിന്ന് വിസിറ്റ് ചെയ്യുക. പിന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ മൃഗങ്ങൾ ഇറങ്ങുന്ന സ്ഥലമാണ്. ശാന്തി പറഞ്ഞ താഴത്തൊക്കെ കാട്ടുപോത്ത് ഇന്ന് രാവിലെ കൂടി ഉണ്ടായിരുന്നു പറയാം. നമ്മൾ വന്നപ്പോൾ അത് പോയി. കാട്ടുപോത്ത് പോലെ ആന കാര്യങ്ങളെല്ലാം വരുന്നതാണ്. കാട്ടിന് അടുക്കായിട്ടുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ എല്ലാ മൃഗങ്ങളും ഇവിടെ വന്നു പോകുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വിശേഷങ്ങളിൽ പോകാം. ഒരു പുഴയും കാണാം. അതുപോലെ തന്നെ അവിടെ ഒരു നന്ദികേശനുണ്ട്, നമുക്ക് അതൊന്ന് കാണാം. ഇതാണ് ഇവിടുത്തെ ആ ഒരു മനോഹാരിത എന്ന് പറയുന്നത്. ഭയങ്കര വലിയ കാടാണ് കേട്ടോ ഇവിടെ. അതിൻ്റെ നടുക്കാണ് നമ്മുടെ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഭഗവാൻ ഇവിടെയാണ് വന്നിരുന്നേക്കുന്നത്.
ഇതാണ് ആ ശാന്തി പറഞ്ഞ ആഞ്ഞിലി. വേരിൽ നിന്ന് പൊട്ടിമുളച്ചുകൊണ്ടിരിക്കുകയാണ്. മൃഗങ്ങളുടെ ശല്യമൊക്കെ ഉണ്ട്, ഒത്തിരി മൃഗങ്ങളൊക്കെ ഉണ്ട്, കാട്ടുപോത്തും ആനയും അതേപോലെ തന്നെ ഒത്തിരി മൃഗങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ റിപ്പോർട്ട് ചെയ്യുക. ഇതാണ് ദൈവികമായിട്ട് ഉള്ള അനുഗ്രഹം കിട്ടിയ നന്ദിയാണ്. ഒത്തിരി കാര്യങ്ങളാണ് നന്ദി. അതിൻ്റെ ശരീരഭാഗങ്ങളിലാണ് കൂടുതലായിട്ടും നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടുത്തെ അമ്മയാണ് കാണുന്നത്. നമുക്ക് പറ്റത്തില്ല. പിന്നെ ശ്രദ്ധിച്ച് നോക്കിയാൽ പറ്റുമെന്നാണ് നമ്മൾ പറയുന്നത്. ഭയങ്കര ദൈവികമായിട്ടുള്ള അനുഗ്രഹം കിട്ടിയുള്ള നന്ദിയാണ്. ഈ ഒരു ഭാഗത്തായിട്ടാണ്, അപ്പൊ രണ്ട് സൈഡിലായിട്ടും ഓരോ കാര്യങ്ങൾ തെളിഞ്ഞു വരുമെന്നാണ് നമ്മൾ പറയുന്നത്. അതാണ് നന്ദിയുടെ ആ ഒരു കഴിവ്. ഇവിടെ ഇതിനെക്കുറിച്ച് ഒത്തിരി ഫീച്ചേഴ്സ് ഒക്കെ വന്നിട്ടുള്ളതാണ്. നന്ദിയുടെ ആ ഒരു കഴിവുകളും എല്ലാ കാര്യങ്ങളും നമുക്ക് എന്തായാലും കൂടുതൽ കാര്യങ്ങൾ അമ്മയോട് ചോദിച്ച് മനസ്സിലാക്കാം. ഒത്തിരി കാര്യങ്ങളൊക്കെ പറയാൻ പറ്റിയ ഒരു കഴിവുള്ള നന്ദിയാണ്. അപ്പൊ എന്തായാലും അമ്മ അതിന്റെ 1-2 കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരും. അമ്മ എന്താണ് അമ്മ അവന്റെ കഴിവുകൾ കാര്യമെന്ന് പറയാം? നന്ദി എന്ന് പറയുന്നത് കൈലാസനാഥൻ നന്ദിയായിട്ട് അവതാരം ചെയ്ത് വന്നതാണ്. അത് കലിയുഗകാലത്ത് ലോകരക്ഷകനായിട്ട് പോകാൻ അവതാരം ചെയ്യുന്നുള്ളത് 69 കാലഘട്ടത്തിൽ നമ്മുടെ കാളകെട്ടി ശിവപാർവതി ക്ഷേത്രം പ്രതിഷ്ഠ ഉറപ്പിച്ച സ്വാമിജി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പം ഭയങ്കര അത്ഭുത ശക്തിയാണ്. പക്ഷേ ഇപ്പൊ ഇന്ന് ലോകത്ത് സംഭവിക്കുന്ന കാര്യങ്ങൾ മുഴുവനും നന്ദിയുടെ ശരീരത്തും എന്റെ ശരീരത്തും ഇവിടെ ഫോട്ടോസുകളിൽ മുഴുവൻ കാണിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കോവിഡ് വൈറസിനെ പറ്റി കൂടുതലായിട്ടും ഞാൻ പറയത്തില്ല, ജീവശക്തിനെ പറയുള്ളൂ. ഇതെന്താണ്, എങ്ങനെയാണ്, ഇതെന്താകാൻ പോകുന്ന സാധ്യത, ഉണ്ടാകുന്ന എന്തിൽ കൂടിയാണെന്ന് 2017 മുതൽ ഇവിടെ ഫോട്ടോ സഹിതം എല്ലാവരെയും കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇവിടെ കണ്ടിട്ടുണ്ട്, കാണുന്നുണ്ട്, ഇപ്പോഴും കാണുന്നുണ്ട്. ഇപ്പൊ ഈ 1-ാം തീയതി മുതൽ വൃശ്ചിക 1-ാം തീയതി മുതൽ ജനിതകമായിട്ട് സംഭവിച്ച് നന്ദിയുടെ വയറെ തന്നെ തെളിഞ്ഞു വരുന്നുണ്ട്. കാര്യങ്ങളും അടങ്ങിയ പ്രപഞ്ച ശക്തിയാണ് നന്ദികേശൻ. നന്ദി 2 രൂപത്തിൽ വന്നിരിക്കുന്നത്, വെളുപ്പും കറുപ്പും, നന്ദിയും കേശനും. അതുകൊണ്ടാണ് നന്ദികേശൻ പേരിട്ടിരിക്കുന്നത്. കടൽക്ഷോഭം കാണിക്കുന്നുണ്ട്, കൊടുങ്കാറ്റ് കാണിക്കുന്നുണ്ട്, എല്ലാം കാണിക്കും. എന്തും കാണിച്ചു തരുന്നുണ്ട് നമുക്ക്. നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അതൊക്കെ കാണാം. അത് ഇവിടെ കാണിച്ചു തന്നിരിക്കുന്നത് ഇപ്പൊ കള്ളമല്ല എന്ന് നമുക്ക് തെളിവ് സഹിതം എപ്പോഴും വയറും തന്നെ കിട്ടിക്കൊണ്ടിരിക്കും. ആ യേശുദേവൻ തെളിയുന്നുണ്ട്, അള്ളാഹു തെളിയുന്നുണ്ട്, പ്രപഞ്ചത്തിലുള്ള സകല രാജ്യങ്ങളെയും തെളിയിച്ചും കാണിക്കുന്നുണ്ട്. ഇപ്പം നവഗ്രഹങ്ങൾ തെളിയുന്നുണ്ട്. നവഗ്രഹങ്ങളിൽ നിന്നും കൂടുതൽ രാഹു, കേതു, ശനിയിൽ നിന്ന് ഒരുപാട് രൂപങ്ങൾ പുറത്തേക്ക് വരുന്നത്. പിന്നെ മഹിഷി ഇപ്പൊ കൃത്യമായിട്ട് നല്ലൊരു ആദ്യം ഹോരരൂപണിയായിട്ട് വന്നു, അതിനുശേഷം ശാന്തരൂപണിയായി. അതിപ്പോ ഈ വൃശ്ചിക 1-ാം തീയതി മുതൽ ഹോരരൂപണിയായിട്ട് നമുക്ക് പ്രത്യക്ഷപ്പെടുന്ന ഒരു അനുഭവം ഇപ്പൊ നമ്മൾ തെളിഞ്ഞു വന്നിരിക്കും. സത്യമായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് തെളിയിച്ചു തരുന്നത്. അത് എല്ലാവരും അറിയുക, സത്യങ്ങളെ അറിയാൻ ശ്രമിക്കുക. അപ്പൊ അമ്മ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലാക്കാണല്ലോ. അപ്പൊ നമ്മള് അയ്യപ്പന്മാര് ഇതിലമ്പഴി തന്നെ നടന്നു പോകുന്ന എല്ലാ അയ്യപ്പന്മാരും നമ്മുടെ നന്ദിനെ ഒന്ന് കണ്ട് അതിന്റെ അനുഗ്രഹം നമ്മൾ വാങ്ങിട്ട് പോവുക. അപ്പോൾ അത് നമുക്ക് ഏറ്റവും വലിയൊരു പുണ്യമായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ഞാൻ അടുത്ത അഴുത പുഴ കാണാൻ പോവാം. ഇവിടെ ഐതിഹ്യങ്ങൾ ഒത്തിരി ഉള്ളതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം. ഈ കാണുന്നതാണ് നമ്മളുടെ അഴുത നദിയാണ് ഈ കാണുന്നത്. ഇവിടെ നിന്നാണ് കന്യായിപ്പന്മാരെല്ലാവരും മുങ്ങി കല്ലെടുത്ത് അതുകൊണ്ട് നേരെ കല്ലിടാൻ കുന്നിൽ കൊണ്ടിടുന്നത്. അതിന്റെ ഐതിഹ്യം എന്ന് പറയുന്നത് അവിടെ ഭഗവാൻ ഇവിടെ മഹർഷിനെ മർദ്ദനം ചെയ്തിട്ട് മഹർഷിനെ കൊന്നിട്ട് അങ്ങോട്ട് വലിച്ചെറിയുകയായിരുന്നു. അപ്പോൾ അവിടെ പോയി വീണ മഹർഷി കന്യായപ്പന്മാർ വന്നില്ലെങ്കിൽ പുനർജീവിക്കുമെന്നാണ് അതിന്റെ ഐതിഹ്യം പറയുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു കന്യായപ്പന്റെ സാന്നിധ്യം അറിയാനായിട്ട് ഇവിടെ നിന്ന് മുങ്ങി കല്ലെടുത്ത് കൊണ്ട് അവിടെ കൊണ്ട് വെക്കണം. അതാണ് അതിന്റെ ഐതിഹ്യം. ഇതുവരെ അതിനൊരു കളങ്കം വന്നിട്ടില്ല എന്നാണ് നമ്മൾ ചോദിച്ചപ്പോൾ ഇവിടുത്തെ ശാന്തിമാരും ആൾക്കാരും എല്ലാം പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ അഴുത നദി. അപ്പുറം കാണുന്ന ഫുള്ള് കാടാണ്. നല്ല കാടിന്റെ നടുക്കാണ് ഈ കാണുന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. നല്ല ഘോര വനമാണ് അങ്ങോട്ട് കാണുന്ന മൊത്തം. അവിടെ ഫോറസ്റ്റ് ഓഫീസൊക്കെ ഉണ്ട്. ഈ പാലമൊക്കെ നമ്മൾ ശബരിമല സീസൺ ആകുമ്പോൾ ഫുൾ കൈവരിയൊക്കെ വരും. ഇപ്പോൾ അതൊക്കെ പോയിട്ടുണ്ട്.
കാര്യം വെച്ചാൽ ഇപ്പോൾ കൊറോണ ഉള്ളതുകൊണ്ടാണ് നമുക്ക് കാനനപാത വഴി അയ്യപ്പന്മാർക്ക് സഞ്ചാരം അനുവദിക്കാത്തതുകൊണ്ടാണ് ഇവിടെയൊക്കെ ഇങ്ങനെ കിടക്കുന്നത്. അല്ലെങ്കിൽ മൊത്തം തെളിച്ച് നല്ല വൃത്തിയാക്കിയിട്ടേക്കും. അപ്പോൾ അങ്ങോട്ടൊക്കെ ഓരോ അയ്യപ്പന്മാർക്ക് താമസിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ കെട്ടിയിട്ടേക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾ ബെൽ ബട്ടൺ കൂടി തന്നെ വിളിക്കുക, എങ്കിൽ നമ്മളെ പുതിയ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോ കാണും വരെ എല്ലാവർക്കും ബൈ.